പോകുമ്പോൾ അത് വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ടാണ്. തുടരെ വിമാന സർവീസുകൾ ഇൻഡിഗോയുടെയും എയർ ഇന്ത്യ സർവീസുകളുമൊക്കെ റദ്ദാക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ റദ്ദാക്കുന്നതിൽ DGCA ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ മാത്രം ഇൻഡിഗോയുടെ 150 സർവീസുകളാണ് റദ്ദ് ചെയ്തത്. സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയും സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഡ്യൂട്ടി പരിഷ്കരണം, സാങ്കേതിക പ്രശ്നങ്ങൾ, ഉത്തരേന്ത്യയിലെ ശൈത്യകാലമടക്കമുള്ള വിഷയങ്ങളാണ് സർവീസ് റദ്ദാക്കുന്നതിൽ ഇൻഡിഗോ ചൂണ്ടിക്കാണിക്കുന്നത്. യെസ്, ഡൽഹിയിലേക്ക് പോകാം. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ഗുഡ് മോർണിംഗ്. ഈ നേരത്തെ തന്നെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് 6000-ലധികം വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കണമെന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് റദ്ദ് ചെയ്യും, സർവീസുകൾ മുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. അതിലിപ്പോൾ പ്രധാനമായും അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം എന്താണ് DGCA? ജിൽസി, ഗുഡ് മോർണിംഗ്. പ്രധാനമായിട്ടും രാജ്യത്തെ പ്രധാനപ്പെട്ട എയർലൈൻസുകളാണ് ഇൻഡിഗോയും എയർ ഇന്ത്യയും. അപ്പോൾ ഇൻഡിഗോയും എയർ ഇന്ത്യയും നിലവിൽ ഇന്നലെ മാത്രം ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും 150-ലധികം വിമാനങ്ങളാണ് റദ്ദ് ചെയ്തത്. അതായത് ചെന്നൈ, ബാംഗ്ലൂരു, അതോടൊപ്പം തന്നെ ചെന്നൈ, മുംബൈ അടക്കമുള്ള വിമാന സർവീസുകളാണ് ഇന്നലെ റദ്ദു ചെയ്തതിൽ ഭൂരിഭാഗവും. രാജ്യത്തെ വിമാന സർവീസിനെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുൻപ് ഈ വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവിധ വിമാന കമ്പനികളാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് അവരുടെയൊക്കെയും ഈ പൈലറ്റുമാരുടെ അതോടൊപ്പം തന്നെ ക്യാബിൻ ക്രൂവിൻ്റെയും അവരുടെ ഡ്യൂട്ടിയിൽ പുനഃക്രമീകരണം കൊണ്ടുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ ഒരു അതായത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേഗത്തിൽ നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ DGCA ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും DGCA പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രത്യേകിച്ച് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇപ്പോൾ DGCA നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇൻഡിഗോയുടെ നിർദ്ദേശം തേടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGCA വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ മാത്രമായി ഇൻഡിഗോ 150-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ എന്താണ് ഇത്തരത്തിൽ അടിയന്തരമായി വിമാനങ്ങൾ റദ്ദു ചെയ്യാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ അവർ ആരാഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഡ്യൂട്ടി പരിഷ്കരണം തന്നെയാണ്. നിലവിലെ ചട്ടങ്ങൾ പ്രകാരമുള്ള ഡ്യൂട്ടി പരിഷ്കരണം കൊണ്ടുവന്നതിലൂടെ പൈലറ്റുമാരുടെ ഡ്യൂട്ടി അത് പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്യാബിൻ ക്രൂവിൻ്റെയും ഡ്യൂട്ടിയിൽ പുനഃക്രമീകരണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള ഒരു ഷോർട്ടേജ് ഈ പൈലറ്റുമാരുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ക്യാബിൻ ക്രൂവിൻ്റെ കാര്യത്തിലും ഷോർട്ടേജ് വന്നത് മൂലമാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദു ചെയ്തത് എന്നുള്ളൊരു അനൗദ്യോഗിക വിശദീകരണമാണ് ഇൻഡിഗോയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വിമാനങ്ങൾ റദ്ദു ചെയ്തത് എന്നാണ് അവർ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ DGCA ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം എന്തായാലും നോട്ടീസ് നൽകാൻ തന്നെയാണ് DGCAയുടെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ 2 വിമാന സർവീസുകളാണ് ഇൻഡിഗോയും എയർ ഇന്ത്യ. അപ്പോൾ ഇവർ നിരവധിയായിട്ട് വിമാന സർവീസുകൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വലിയ തോതിൽ ഏകദേശം 6000-ഓളം വിമാന സർവീസുകളാണ് ഇന്ത്യയിൽ മാത്രമായി റദ്ദു ചെയ്തത്. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ യാത്രക്കാരെ ബാധിക്കുന്നു എന്നുള്ള കാര്യം മുന്നിൽ കണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ശരി, അപ്പോൾ ഈ വിമാനങ്ങളുടെ തുടർച്ചയായ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DGCA തുടങ്ങിയ വിവരങ്ങൾ തരുന്നു.